ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിൽ നിന്നേറ്റ തോൽവിയുടെ ക്ഷീണം മാറിയിട്ടില്ല അർജന്റീനയ്ക്ക്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏകപക്ഷീയമായൊരു ഫൈനലിലാണ് സ്പെയിൻ അനായാസം അർജന്റീനയെ തോൽപ്പിച്ചത്. അന്നത്തെ തോൽവിയേക്കാൾ അർജന്റീനയ്ക്ക് നാണക്കേടായത് മത്സരശേഷം നടന്ന കയ്യാങ്കളിയായിരുന്നു. ആ കയ്യാങ്കളിയിലും സെമി ഫൈനലിന് ശേഷം നടന്ന ബാനർ വിവാദത്തിലും വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അർജന്റീന. 3 കോടിയിലേറെ രൂപയാണ് ഫിഫ അർജന്റീനയ്ക്ക് പിഴ ചുമത്തിയത്. താരങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി. അതും അധികം കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ വലിയ മത്സര വിലക്ക്. ഫൈനലിന് ശേഷം സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രി, ഗാവി, എറിക് ഗാർസിയ എന്നിവർക്ക് നേരെ ലിയാൻഡ്രോ പാരഡസും നഹുവൽ മൊളീനയും കയ്യാങ്കളി നടത്തിയിരുന്നു. അർജന്റീനയുടെ സഹപരിശീലകൻ റോബർട്ടോ അയാളയും കയ്യാങ്കളിയിൽ ഉൾപ്പെട്ടു. വീഡിയോ അടക്കം പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് അർജന്റീനയ്ക്കെതിരെ വന്നത്. പാരഡസ് ഗാർഷ്യയുടെ കഴുത്തിന് പിടിക്കുകയും ഗാവിയെ നിലത്ത് തള്ളിയിടുകയും മുഖത്തടിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പാരഡസിന് വലിയ ശിക്ഷ നൽകാൻ കാരണം. 10 കളിയിൽ നിന്ന് വിലക്കും 86 ലക്ഷം രൂപ പിഴയുമാണ് അർജന്റീനൻ മിഡ്ഫീൽഡർക്ക് വിധിച്ചത്. മൊളീനയ്ക്ക് 7 കളിയിൽ നിന്നാണ് വിലക്ക്. 86 ലക്ഷം പിഴയും അടയ്ക്കണം. റോഡ്രിയെ അടിച്ചതിനാണ് മൊളീനയ്ക്ക് വിലക്ക്. തിയാഗോ അൽമഡയ്ക്ക് ഒരു മത്സരത്തിൽ വിലക്കും 28.70 ലക്ഷം പിഴയുമുണ്ട്. സഹപരിശീലകനായ അയാളയ്ക്ക് 3 മത്സരങ്ങളിൽ ഡഗ്ഔട്ടിലിരിക്കാനാവില്ല. 28 ലക്ഷം രൂപ പിഴ അയാളയ്ക്കുമുണ്ട്. ഡാനി ഓൽമോയുടെ മുഖത്തടിച്ചതിനാണ് അയാളയ്ക്ക് ശിക്ഷ. സ്പാനിഷ് താരമായ ഗാവിക്കുമുണ്ട് വിലക്ക്. മോശമായി സംസാരിച്ചതിനാണ് ഗാവിക്ക് വിലക്കും പിഴയും. ഒരു മത്സരത്തിൽ നിന്ന് വിലക്കും 28.70 ലക്ഷം രൂപ പിഴയുമാണ് ഗാവിക്കുള്ള ശിക്ഷ. ഇതോടൊപ്പം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഭീമമായ പിഴ ഫിഫ ചുമത്തിയിട്ടുണ്ട്. ബാനർ വിവാദത്തിലാണ് ഫിഫ വടിയെടുത്തത്. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ വിജയത്തിന് ശേഷം ഫോക്ലൻഡ് ഞങ്ങളുടേതാണ് എന്നെഴുതിയ ബാനർ മൈതാനത്ത് അർജന്റീന ടീം പ്രദർശിപ്പിച്ചിരുന്നു. ചരിത്രപരമായും രാഷ്ട്രീയപരമായും ഏറെ വിവാദങ്ങൾ നിറഞ്ഞു നിന്നതാണ് ഫോക്ലൻഡ് വിവാദം. ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ തർക്കമുള്ള പ്രദേശമാണ് ഫോക്ലാൻഡ്. തെക്കു പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയായ ഫോക്ലാൻഡ് ദ്വീപിനെ ചൊല്ലി 1982 ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം വരെ നടന്നിട്ടുണ്ട്. അന്ന് അർജന്റീന സൈന്യത്തെ ബ്രിട്ടീഷ് ടാസ്ക് ഫോഴ്സ് തോൽപ്പിച്ചു. 74 ദിവസം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ 649 അർജന്റീന സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും 3 ദ്വീപുവാസികളും കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഫോക്ലാൻഡ് ഇരു രാജ്യങ്ങൾക്കും അഭിമാന പ്രശ്നമായി വന്നു. ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷം നടന്ന 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ശേഷം വിജയം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ഡീഗോ മറഡോണ സമർപ്പിച്ചിരുന്നു. 4 പതിറ്റാണ്ടിനിപ്പുറവും കളിക്കളത്തിൽ ഫോക്ലാൻഡ് കത്തിപ്പടരുകയാണ്. എന്തായാലും അതിന് ഫിഫ തന്നെ തക്കതായ ശിക്ഷയും നൽകി. കളിക്കളത്തിൽ രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ്. കളിയിലെ രാഷ്ട്രീയം കലർത്തൽ, ടീമിന്റെ മോശം പെരുമാറ്റം, വംശീയാധിക്ഷേപം തുടങ്ങിയ ചട്ടലംഘനത്തിനാണ് ഫിഫ ഗവേണിംഗ് ബോഡി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പിഴ ചുമത്തിയത്. പിഴയ്ക്ക് പുറമെ അർജന്റീനയുടെ 2 ഹോം മത്സരങ്ങളിൽ സ്റ്റേഡിയത്തിൽ പകുതി കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാനും പാടുള്ളൂ. പിഴത്തുകയിൽ നിന്ന് 1 കോടിയിലേറെ രൂപ ഫുട്ബോളിലെ വിവേചനം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണം. അതേസമയം ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനൊരുങ്ങുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അതും പരാജയപ്പെട്ടാൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ പോകുമെന്നും AFA അറിയിച്ചു. അതേസമയം ഇതുമായി ഒരു ബന്ധമില്ലെങ്കിലും ഫിഫ വിലക്കും പിഴയും വിധിച്ച ദിവസം തന്നെയാണ് അർജന്റീന നായകൻ ലയണൽ മെസ്സിക്കും പിഴശിക്ഷ കിട്ടിയത്. ആ ശിക്ഷ വന്നത് മേജർ ലീഗ് സോക്കറിലാണ്. മത്സരത്തിനിടെ എതിർ താരത്തെ കയ്യേറ്റം ചെയ്തതിനാണ് ഇന്റർ മയാമിയുടെ സൂപ്പർ താരത്തിന് പിഴ ചുമത്തിയത്. പിഴത്തുക എത്രയെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. ഫിലാഡൽഫിയ താരം ക്വിൻ സള്ളീവന്റെ കഴുത്തിന്റെ പിറകിൽ ഇടിച്ചതിനാണ് മെസ്സിക്കെതിരെ നടപടി. മത്സരത്തിൽ ഇരു ടീമുകളും 2-2 സമനില പാലിച്ചിരുന്നു. ആവേശകരമായ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിലായിരുന്നു വിവാദമായ സംഭവം. സെൻട്രൽ സർക്കിളിൽ നിന്ന് നടന്നു വന്ന മെസ്സി സള്ളീവനുമായി തർക്കിക്കുകയും കൈകൊണ്ട് തലയിൽ തോണ്ടുകയുമായിരുന്നു. ശേഷം ഇരുവരും മുഖാമുഖം നിന്ന് തർക്കിക്കുകയും തലകൊണ്ടിരിക്കുകയും ചെയ്തു. എതിർ താരത്തിന്റെ മുഖത്തോ തലയിലോ കഴുത്തിലോ കൈവയ്ക്കാൻ പാടില്ലെന്ന ലീഗിന്റെ അച്ചടക്ക ചട്ടം ലംഘിച്ചതിനാണ് നടപടിയെന്ന് അച്ചടക്ക സമിതി അറിയിച്ചു. സമാന കുറ്റത്തിന് മയാമി താരം ഇയാൻ ഫ്രേക്കും പിഴ ചുമത്തിയിട്ടുണ്ട്.